രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്ന് സൗണ്ടൊക്കെ ഭയങ്കര കൊളമായിട്ടിരിക്കുകയാണ്. നല്ല തണുപ്പാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇന്നത്തെ ദിവസം. എല്ലാവരും കോൺവേളിൻ്റെ വീഡിയോ ഇടുന്നത് അടിപൊളി വീഡിയോ ആണ്. പക്ഷെ എല്ലാവർക്കും ഭാഗ്യം കിട്ടാറില്ല. ഇന്ന് നല്ല മഴ. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ക്ലൈമറ്റ് കണ്ടോ ഇവിടെ നല്ല മഞ്ഞാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ സീ സൈഡാണ്. പക്ഷേ ഇവിടെ നോക്കിയൊന്നും കാണത്തില്ല. ഭയങ്കര മഞ്ഞാണ്. ഗസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്ന അടിപൊളിയാണ്. നല്ല ഫ്രണ്ട്ലിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പോകണം. എന്തായാലും ഇവിടെ ഇനി ബീച്ചിൽ പോകുന്നില്ല. കാരണം ഇവിടെ ഇതുവരെ ഒന്നും തെളിഞ്ഞു വന്നിട്ടില്ല. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇനി പോയിട്ട് തിരിച്ചു വരുമ്പോൾ സൺസെറ്റ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. സൺസെറ്റ് ഇവിടെ കാണാം. കോൺവെല്ലിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പോകുന്നത് ലിസാർഡ് പോയിൻറ്റ്, ചൈനാൻസ് കോവ് എന്ന 2 സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത് രണ്ടും ബീച്ചാണ്. പക്ഷേ ഞാൻ റൂം എടുത്തത് ന്യൂക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് ലിസാർഡ് പോയിൻറ്റിലേക്ക് 1 hour ട്രാവലാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ലിസാർഡ് പോയിൻറ്റിലെത്തി. ഇനി ലിസാർഡ് പോയിൻറ്റിൽ നിന്ന് ചൈനാൻസ് കോവിലേക്ക് 2 mile വാക്കിംഗ് ഡിസ്റ്റൻസ് ആണുള്ളത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബീച്ച്. ഈ ലിസാർഡ് പോയിൻറ്റ് UK ഏറ്റവും സൗത്ത് എൻഡിലുള്ളൊരു ബീച്ചാണ്. ഇത് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ സൈഡിലായിട്ട് മാപ്പ് കാണിച്ചു തരാം. ലിസാർഡ് പോയിൻറ്റിലേക്ക് എത്തുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ. ഇതിൽ സൈഡിൽ കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഷോപ്പുകൾ കാണാൻ പറ്റും. അതാണ് ലിസാർഡ് പോയിൻറ്റ്. വെള്ളമെല്ലാം നല്ല ബ്ലൂ കളറിലാണ്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. ഇവിടുത്തെ ആ ഒരു വ്യൂ. ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഷോപ്പുകളൊക്കെ കാണാം. പിന്നെ അതാണ് വ്യൂ പോയിൻ്റ്. അവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ ഭയങ്കര രസമാണ്. എല്ലാം നല്ല ബ്ലൂ കളറിൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലൊക്കെയാണ്. ഇവിടെ ഇറങ്ങാനായിട്ട് പറ്റത്തില്ല നമുക്ക്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ അത് കുറച്ചങ്ങ് വോക്ക് ചെയ്യണം. ഇവിടെയാണ് ബീച്ചിൽ ഇറങ്ങാൻ പറ്റുന്നത്. ഇവിടെ കുറച്ച് ഫാമിലീസും കുറേ കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് പേര് വെയിലൊക്കെ കൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അങ്ങ് ദൂരെ ചെറിയൊരു ബോട്ട് പോകുന്നത് കാണാം. ചെറുതല്ല, വലിയ ബോട്ടാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ചെറുതായിട്ടാണ് കാണാൻ പറ്റുന്നത്. സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വന്ന് ഫുഡ് കഴിക്കുന്നു. കുറച്ച് പേര് റെസ്റ്റ് ചെയ്യുന്നു. കുറച്ച് ഷോപ്പുകളൊക്കെ ഇവിടെയുണ്ട്. ഫുഡ് സ്റ്റോറുണ്ട്, ഗിഫ്റ്റ് ഹൗസ്, അങ്ങനത്തെ കുറച്ച് ഷോപ്പുകളൊക്കെ ഈ സൈഡിലായിട്ടുണ്ട്. ബീച്ചിൽ ഇറങ്ങുന്ന ഭാഗം ഞാൻ കാണിച്ചിരുന്നു. അതിൻ്റെ ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ആ സൈഡിലൊക്കെ ആയിട്ട് മഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടുന്ന് 2 mile വാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൈനാൻസ് കോവിലേക്ക് എത്തും. ഇത്രയും നേരം ഇവിടെ മഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ ഒരു 10 minute കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം മഞ്ഞായി. ഒന്നും കാണത്തില്ല. ഇനി 2 mile വാക്ക് ഈ സീ സൈഡിൽ കൂടെയാണ്. പക്ഷേ സൈഡൊന്നും കാണത്തൊന്നുമില്ല. ഞാൻ ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചിരുന്നു. ഇപ്പോൾ അവിടെ ഫുള്ള് മഞ്ഞ കയറി ഒന്നും കാണത്തില്ല. അടുത്തത് ഇനി ചൈനാൻസ് കോവിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് 2 mile വാക്കുണ്ട്. ഇതിവിടെ ബീച്ച് സൈഡിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ. പക്ഷേ കുറച്ച് മുമ്പ് ഇത്രയും നേരം ഇവിടെ മഞ്ഞ് ഇല്ലായിരുന്നു. പക്ഷേ അവിടെ മുഴുവൻ മഞ്ഞ് കയറിയിട്ട് ഇപ്പോൾ ഒന്നും കാണത്തില്ല. ഞങ്ങൾ
നടന്ന് ഇവിടെ എത്തി, പകുതി എത്തി. പക്ഷേ മഞ്ഞ് കാരണം അപ്പുറത്തെ സൈഡൊന്നും കാണത്തില്ല. അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. നടന്ന് മടുത്തിട്ട് കുറച്ച് പേര് അവിടെ റെസ്റ്റ് ചെയ്യുന്നൊക്കെയുണ്ട്. പിന്നെ കൈനാൻസ്കോവിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ബീച്ച്. ഈ ബീച്ചിലും സ്വിം ചെയ്യാൻ പറ്റും. കുറച്ച് ആളുകൾ അവിടെ സ്വിം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇറങ്ങുന്നില്ല. ഇവിടെ നിന്ന് കുറച്ച് വോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈനാൻസ്കോവിലേക്ക് എത്തും. അങ്ങനെ നടന്ന് ലാസ്റ്റ് നമ്മൾ കൈനാൻസ്കോവിലെത്തി. ഇതാണ് കൈനാൻസ്കോവ് ബീച്ച്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പോൾ ഇവിടെ സ്വിം ചെയ്യാൻ പറ്റുന്നതാണ്. ഒത്തിരി പേര് ഇവിടെ സ്വിം ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു, കാരണം 2 മൈൽസ് വോക്ക് ഉണ്ടായിരുന്നു. നന്നായിട്ട് മടുത്തു. ഇനി നല്ല തണുത്ത വെള്ളത്തിലൊന്ന് ചാടി ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഇനി ഞാൻ തിരിച്ചു വന്നു. കോൺവേളിലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.